ഗാസയിൽ കൊല്ലപ്പെട്ട പാലസ്തീനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി സന്നദ്ധ സേവകർക്ക് ഹമാസ് ബന്ധമെന്ന് ഇസ്രായേൽ. സംശയകരമായ രീതിയിൽ എത്തിയതിനെ തുടർന്നാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വിശദീകരണം. ഹമാസ് ഭീകരൻ സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്നാണ് രക്ഷാപ്രവർത്തകരുടെ വാഹനവ്യൂഹം എത്തിയതെന്നും ഇസ്രായേൽ സേന അറിയിച്ചു. മാർച്ച് 23-നാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 15 റെഡ് ക്രസന്റ് വളണ്ടിയർമാർ കൊല്ലപ്പെട്ടു. ഇക്കൂട്ടത്തിൽ ചിലർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. മാത്രമല്ല, ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിന് മുന്നിലായി ഹമാസ് ഭീകരർ സഞ്ചരിച്ച വാഹനവും ഉണ്ടായിരുന്നു. മുൻകൂർ നൽകിയ പദ്ധതി പ്രകാരമല്ല റെഡ് ക്രസന്റ് വളണ്ടിയർമാർ എത്തിയത്. ഇരുട്ടിൽ സംശയകരമായ രീതിയിൽ എത്തിയതിനെ തുടർന്നാണ് ആക്രമിച്ചതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله. സന്നദ്ധ പ്രവർത്തകരിൽ 3 പേർക്ക് ഹമാസുമായി ബന്ധമുണ്ടായിരുന്നു. പല വിവരങ്ങളും ഇവർ ചോർത്തിയതായി സംശയിക്കുന്നതായും ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ വാഹനവ്യൂഹം കടന്നുപോകുന്നുവെന്ന് വ്യോമ നിരീക്ഷണ വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് അടിയന്തര നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ റെഡ് ക്രസന്റ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ ഇസ്രായേൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.